ഷിരൂരിലെ രക്ഷാദൌത്യം നടന്ന ഇന്ന് അനാഥമായിരിക്കുന്ന ആ സ്ഥലത്താണ് നമ്മോടൊപ്പം എം വിജിൻ MLA കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ ആശങ്ക പങ്കുവച്ചതിന് അതിനെ യാഥാർത്ഥ്യമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും വളരെ വേദനാജനകമായുള്ള സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നമ്മളും മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരും ജിതിനും മാത്രമാണ് ഇപ്പോൾ സ്ഥലത്തുള്ളത്. ധൃതി പിടിച്ച് റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള JCB വർക്കുകൾ നടക്കുന്നുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാണ് സംഭവ സ്ഥലത്തുള്ളത്. ആർമിയും നേവിയും ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടുന്ന് മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കരയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ നടത്തുന്നു എന്നതിനപ്പുറം നമ്മൾ ഇന്നലെ പങ്കുവച്ചതുപോലെ തന്നെ കർണാടകം പൂർണ്ണമായും ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ഈ രക്ഷാദൌത്യ പ്രവർത്തനം പൂർണ്ണമായി ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രതിഷേധാർഹമായ സമീപനമാണ്. ഇന്നലെ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു. ഈ സൂചനയാണ് ഇവർ താൽക്കാലികമായി നിർത്തുന്നു, കരയിൽ ഞങ്ങൾ അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ്. കാരണം നേവി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ട്രക്ക് കണ്ടെത്തിയ പോയിന്റ് പുഴയിലാണ്. ആ പോയിന്റിൽ അന്വേഷണം നടത്താൻ ഞങ്ങൾ കരയിലുണ്ടാകുമെന്നൊക്കെയാണ് ഇന്നലെ കർണാടകത്തിന്റെ മന്ത്രി ഉൾപ്പെടെ നമ്മോട് പങ്കുവച്ചത്. പക്ഷെ ഇന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞത് തന്നെയാണ് യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നത്. കരയിൽ പോലും ഒരാളുമില്ല. ഇവിടെ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഒരു അന്വേഷണവും നടക്കുന്നില്ല. ഇത് പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പക്ഷെ കേരളം ഇപ്പോഴും കർണാടകത്തോട് ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തോട് വളരെ സ്നേഹപൂർവ്വമുള്ള ഒരു അഭ്യർത്ഥന ഞങ്ങൾ ഇവിടുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിത് പുനരാരംഭിക്കണം എന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് സാങ്കേതിക വിദ്യ വിദഗ്ധർ ഇന്ന് രാത്രിയോടുകൂടി എത്തും. ഞാൻ കാർഷിക സർവകലാശാല ഉൾപ്പെടെ ബന്ധപ്പെട്ടതാണ്. അവർ രാത്രിയോടുകൂടി എത്തും. അതിന്റെ ഫീസിബിലിറ്റിയെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഫീസിബിൾ ആണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് സാങ്കേതിക വിദ്യയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഇവർ കൊണ്ടുവരുമെന്ന് പറഞ്ഞ പല കാര്യങ്ങൾ അത് എത്തിക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. രാത്രി എത്തുമെന്ന് പറയും, പിറ്റേ ദിവസം അവർ തന്നെ തീരുമാനിക്കുകയാണ് അത് ഫീസിബിൾ അല്ല. പക്ഷെ അതിനൊന്നും തയ്യാറാകാത്ത വിധത്തിൽ ഇങ്ങനെ 13 ദിവസത്തിലധികം ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. ഗൗരവമായ ഒരു അന്വേഷണം നടന്ന ദിവസം മാധ്യമപ്രവർത്തകർക്ക് നമുക്കറിയാം, മൻപയുടെ നേതൃത്വത്തിലുള്ള സംഘം ആദ്യ ദിവസം അവർ കുറച്ച് ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി. ഇന്നലെ 3 മണിയോടുകൂടി അവരും അത് അവസാനിപ്പിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പൂർണ്ണമായും ഇത് ഉപേക്ഷിക്കുക എന്ന തങ്ങളുടെ തീരുമാനം കർണാടകം നടപ്പിലാക്കിയിരിക്കുന്നു എന്നതാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്ന് പിന്തിരിയണമെന്ന സ്നേഹപൂർവ്വമുള്ള അഭ്യർത്ഥന തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് പല വാഗ്ദാനങ്ങളും കർണാടക സർക്കാരിൽ നിന്ന് ലഭിക്കുന്നു. അത് രാവിലെ ലഭിക്കുന്നത് ഉച്ചയാകുമ്പോഴേക്കൊക്കെ മാറ്റുന്ന രീതിയിലേക്കാണ് ഈ ദിവസങ്ങളൊക്കെ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരുടെ ഒരു നിഷേധാത്മക നിലപാടായിട്ട് നമുക്ക് ഇതിനെ കരുതേണ്ടി വരും. തീർച്ചയായും ഇവിടെ നാം കാണേണ്ടത് ഒരുപാട് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് വളരെ ദൂരത്തുനിന്ന് കൊണ്ടുവരേണ്ടത് ഒന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല. ഈ പ്രദേശത്ത് തന്നെ ലഭ്യമാകുന്ന ഒരുപാട് സംവിധാനങ്ങൾ അത് അവർ തന്നെ പറഞ്ഞതാണ്, അതെല്ലാം ഇവിടെ ലഭ്യമാണ് എന്നുള്ളത്. പാൻറ്റൂണും ഡഡ്ജിംഗ് മെഷീനും അതുപോലെ തന്നെ ടഗ് ബോട്ടും ഒക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇവിടെ എത്തിയിട്ടില്ല. ഈ പോയിന്റിൽ 13-14 ദിവസമായിട്ട് ഈ പോയിന്റിൽ എത്തിയിട്ടേ ഇല്ല. പിന്നെയാണ് തിരുച്ചിയിൽ നിന്ന് സംവിധാനം എന്ന് പറഞ്ഞത്, പിന്നീട് തൃശ്ശൂരാണെന്ന് പറഞ്ഞു. ആ ഘട്ടത്തിലും നമ്മൾ പറയുന്നുണ്ട് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. കാരണം തീരുമാനമെടുക്കേണ്ടത് കർണാടകമാണ്, നമുക്കതിൽ ഇടപെടാൻ പറ്റില്ല. നിങ്ങൾ തീരുമാനിക്കുകയും ഇവിടുത്തെ ജില്ലാ ഭരണകൂടം ആ ഇൻഫർമേഷൻ കൃത്യമായി പ്രോപ്പർ ചാനലിലൂടെ കൈമാറ്റം ചെയ്യുകയും ചെയ്താൽ ഞങ്ങൾ കൂടി സപ്പോർട്ട് ചെയ്യാം മാക്സിമം വേഗത്തിൽ എത്തിക്കാൻ എന്ന് പറഞ്ഞു. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വിദഗ്ധ സംഘം വിട്ടിട്ടുണ്ട്. അത് ഫീസിബിൾ ആകുമോ ഇല്ലയോ എന്നുള്ളത് അവരെത്തിയാൽ പറയാൻ സാധിക്കുന്നതാണ്. പക്ഷെ അതല്ലെങ്കിലും ഒരുപാട് സാങ്കേതിക വിദ്യയെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. അതൊന്നും ഇവിടെ എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതൊരു ഒരു ഡ്രാമ എന്ന വണ്ണമാണോ എന്ന് ഇപ്പോൾ തോന്നത്തിക്കുന്ന വിധത്തിൽ തന്നെയാണ് ആ പ്രവർത്തനം പോയത്. ഇന്നിത് പൂർണ്ണമായി അവസാനിപ്പിച്ചു. തിടുക്കത്തിലാണ്, വളരെ വേഗതയിലാണ് JCB ഉപയോഗിച്ചിട്ട് റോഡ് ഇവർ ക്ലിയറാക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ അർത്ഥം ഇത് പൂർണ്ണമായി അവർ ഉപേക്ഷിച്ചു. ഒരു പോലീസുകാരന് മാത്രം ഇവിടെ ചുമതല കൊടുത്തു. ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി ഈ വിഷയത്തിൽ അപ്പോൾ കർണാടക എത്തിരിച്ച നിലപാടെടുക്കുമ്പോൾ സർക്കാർ നമുക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും? ഈ വിഷയത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയുമോ? അല്ലെ, ഇവിടെ സ്വാഭാവികമായിട്ടൊരു ഫെഡറൽ സംവിധാനമാണല്ലോ. കേരളത്തിലെ 2 മന്ത്രിമാരുൾപ്പെടെ ഇവിടെ വന്ന് കേന്ദ്രീകരിച്ച് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. നമുക്കറിയാം. കാരണം കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാർ കേന്ദ്രീകരിച്ചതുപോലെ കർണാടകത്തിൽ നിന്ന് ഒരു മന്ത്രി പോലും അത്തരത്തിലൊരു കേന്ദ്രീകരണത്തിന് ഉണ്ടായിട്ടില്ല. 1-2 തവണ വന്നു പോയി. കാരണം സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഞാനതിനെ കുറച്ചോ മോശപ്പെടുത്തിയോ അല്ല കാണുന്നത്. അതിനെ തീർച്ചയായും അംഗീകരിക്കുകയാണ്. ഇവർ ഏറ്റെടുത്ത പ്രവർത്തനത്തെയും അഭിനന്ദിക്കുകയാണ്. അതിലൊന്നും ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല. പക്ഷേ അവർ സ്വീകരിച്ച ചില രീതികൾ, എത്തിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ എത്തിക്കാതിരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നു. കേരളം ഇപ്പോഴും അഭ്യർത്ഥന, ഇന്നലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടുത്തെ മുഖ്യമന്ത്രിയുമായിട്ട് ആവശ്യപ്പെട്ടത് തന്നെയാണ്, നിർത്തരുത്. കർണാടകത്തെ അഭിനന്ദിച്ചു.
പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചത് നിങ്ങൾ ഈ രക്ഷാദൌത്യ പ്രവർത്തനം നിർത്തലാക്കരുത്, അത് തുടർന്ന് കൊണ്ടുപോകണം, പുതിയ സാങ്കേതികത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് കേരളം ആവശ്യപ്പെട്ടത്. ഇപ്പോഴും ആ ആവശ്യത്തിൽ തന്നെയാണ് കേരളം നിൽക്കുന്നത്. ആ ആവശ്യം തന്നെയാണ് ഇപ്പോഴും കേരളം മുന്നോട്ട് വെക്കുന്നത്. ഈ രക്ഷാദൌത്യം നിർത്തലാക്കരുത്, നിങ്ങൾ തുടരണം, തുടർന്ന് സജീവമായി തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. ഏതെല്ലാം സ്ഥലത്തിൽ പരിമിതിയുണ്ട് കേരളത്തിന്, കാരണം മറ്റൊരു സംസ്ഥാനത്തിന്റെ തീരുമാനമാണ്, പക്ഷേ എങ്കിൽ പോലും പൂർണ്ണമായ സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി കേരളം തയ്യാറാണ് എന്ന കാര്യം തന്നെ നേരത്തെ അറിയിച്ചതാണ്. അപ്പോൾ അതായത് ഇപ്പോൾ നിലവിൽ നാളെ ഇവിടെ ഫെസിലിറ്റി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ, തൃശ്ശൂർ സംഘം എത്തിയിട്ട് കഴിയില്ല എന്നൊരു വെക്കുകയാണെങ്കിൽ ഇത് അനിശ്ചിതത്തിലേക്ക് നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഈ തെരച്ചിൽ അനിശ്ചിതത്തിലേക്ക് കാലത്തേക്ക് നീണ്ടും. അപ്പോൾ നമുക്കിത് കോടതി വഴിയിൽ നിയമപരമായിട്ട് മറ്റെന്തെങ്കിലും സാധ്യതകൾ കൂടി സംസ്ഥാനം പരിഗണിക്കുന്നുണ്ടോ? അതെല്ലാം ഉന്നതമായ തലത്തിൽ കൂടി ചർച്ച ചെയ്ത് പറയേണ്ട ഒന്നാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഗവൺമെന്റ് തലത്തിൽ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരം കേസുകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ച പ്രകാരം കർണാടക ഹൈക്കോടതിയിലേക്ക് ആ കേസ് എത്തിയിട്ടുണ്ട്. അത്തരം കേസുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ ഗവൺമെന്റ് കൂടി ആലോചിച്ചുകൊണ്ട് നിർവഹിക്കേണ്ടതാണ്. അത്തരം ആലോചനകൾ ഗവൺമെന്റ് തലത്തിൽ നടത്തും. എന്തായാലും തിരച്ചിൽ പെട്ടെന്ന് അവസാനിപ്പിച്ചതിന്റെ ആശങ്കയാണ് എന്തായാലും എം വിജിൻ നമ്മളുമായി പങ്കുവച്ചത്. നിലവിൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റോഡ് ക്ലിയർ ചെയ്യുന്ന പ്രവർത്തികൾ മാത്രമാണ്. അതിന്റെ ഒരു ആശങ്ക എന്തായാലും ഇവിടുത്തെ കുടുംബം, ജിതിന്റെ കുടുംബം, അർജുന്റെ കുടുംബം പങ്കുവച്ചു. ഇപ്പോൾ വിജിൻ MLA യും പങ്കുവച്ചിരിക്കുന്നു.